നമസ്കാരം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 3 ജീവനക്കാരികൾ അവർ 69 ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് നേരെയുള്ള ആരോപണം. അവർ നേരെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത കേസ് കൃഷ്ണകുമാറും ഫാമിലിയും അവരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു. ഇങ്ങനെയായിരുന്നു ആദ്യം അവര് കൊടുത്തിരുന്ന കേസ്. ഇപ്പോ ആ കേസ് നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലായി. കാരണം കൃഷ്ണകുമാർ അദ്ദേഹം കുറെ തെളിവുകൾ പുറത്തുവിട്ടു. ഇവര് പണം മോഷ്ടിച്ചതൊക്കെ സമ്മതിക്കുന്ന തെളിവുകൾ ഇവര് പുറത്തുവിട്ടതോടു കൂടിയിട്ട് ഇപ്പൊ ആ കേസ് നിലനിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിയതോടു കൂടിയിട്ട് ഈ 3 കള്ളികളും പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവളുമാർ ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ജാതി. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നൊരു കാര്യം അതാണ്. അതായത് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ ജാതി ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവളുമാരെ താഴ്ന്ന ജാതിയാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു, ഇവളുമാരെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചു, മോശമായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞു, അതായത് ജാതി വെച്ച് മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ കേസ് തിരിച്ചുവിടാൻ നോക്കുവാണ്. എല്ലാ വൃത്തികേടും കാണിച്ചിട്ട് കട്ടിട്ട് മോഷ്ടിച്ചിട്ട് ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന ഒരു സ്ഥിരം ട്രെൻഡാണ്. എന്ത് വൃത്തികേടും കാണിച്ചിട്ട് ജാതി എടുത്ത് അങ്ങ് ഇട്ട് കഴിഞ്ഞ് രക്ഷപ്പെടുമല്ലോ. ജാതി കാർഡ് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ജാതി ഉപയോഗിക്കുന്നത്? എല്ലാ വൃത്തികേടും കാണിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തിനു നിങ്ങൾ ജാതി ഉപയോഗിക്കുന്നു? അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാൻ താഴ്ന്ന ജാതി ആയതുകൊണ്ട് എന്നെ എല്ലാവരും ഉപദ്രവിക്കുന്നു. നന്നായിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ ആരോപണങ്ങളൊക്കെ തന്നെ പൊളിയും, ഏകദേശം പൊളിയും. കാരണം അവർ നന്നായിട്ട് തെളിവുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇവളുമാർ അവരുടെ വീട്ടിലേക്ക് വന്നതും ആ കാര്യങ്ങൾ സമ്മതിക്കുന്നതും മോഷ്ടിച്ച കാര്യം സമ്മതിക്കുന്നതിൻ്റെ ഒക്കെ തെളിവുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇവളുമാർ കുറെ തെളിവുകൾ ഹാജരാക്കുന്നുണ്ട്. കൃഷ്ണകുമാർ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ദിയ കൃഷ്ണ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ദിയ കൃഷ്ണ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ റെക്കോർഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് പറ, ദിയയുടെ ഭാഗത്താണോ ശരി എന്നുള്ളത്. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ദിവ്യ ചേച്ചി? അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ ചേച്ചി. നിങ്ങൾ വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ല സുമിച്ചത്. ഞാൻ പോകുന്നു പറ. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അതിന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ച ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചുകൊണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളായിട്ടാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? കേട്ടല്ലോ. ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് അവളുമാര് കട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിനെയാണ് ദിയ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിലെ ഓണർ ആ സ്ഥാപനത്തിൽ നിന്ന് സ്വന്തം ജീവനക്കാരികള് കാശ് മോഷ്ടിച്ചു എന്നറിഞ്ഞു കഴിയുമ്പോൾ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് തിരിച്ചു ചോദിക്കേണ്ടത്? ഇത്രയെങ്കിലും കൺട്രോൾഡ് ആയിട്ട് ദിയ സംസാരിച്ചല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിയ ഇപ്പോൾ പ്രഗ്നൻസിയിലാണ്. ഓക്കെ, ആ സമയത്ത് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോണൽ ചേഞ്ചും ഒക്കെ ഉണ്ടാകും ഒരു സ്ത്രീക്ക്. ആ സ്ട്രെസ്സിലും സ്ട്രെയിനിലും ഇരുന്നിട്ട് ഇത്രയൊക്കെ തട്ടിപ്പ് ഇവളുമാര് നടത്തി എന്നറിഞ്ഞപ്പോൾ ഇവളുമാരെ വിളിക്കുകയാണ്. ആ സമയത്ത് ദിയയുടെ മാനസികാവസ്ഥ എന്തുമായിരിക്കും? ആ മാനസികാവസ്ഥയിൽ ഇത്രയും മാന്യമായിട്ട് ദിയ സംസാരിച്ചല്ലോ. ഞാൻ വല്ലതും ആണെങ്കിൽ ഇങ്ങനെ മാന്യമായിട്ട് സംസാരിക്കത്തില്ല. കക്കുന്നവരോടും മോഷ്ടിക്കുന്നവരോടും ഒരിക്കലും മാന്യമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് അവളുമാര് സമ്മതിക്കുന്നുണ്ട്. മോഷ്ടിച്ചെടുത്ത തുക അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു എന്ന് വരെ സമ്മതിക്കുന്നുണ്ട്. അപ്പോ ദിയ ബാക്കിയും കൂടി അന്വേഷിക്കൂ എന്ന് പറയുമ്പോൾ അവളുമാര് ദിയയെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കടുങ്കൈ ചെയ്ത് കളയുമെന്ന്. എങ്ങനെ ഇരിക്കുന്നു?
ഇതുപോലുള്ള പഠിച്ച കള്ളിമാര് ഇതല്ല ഇതിന്റെ അപ്പുറം വേലത്തരവ് എടുക്കും. അപ്പോൾ ഏകദേശം ഇവളുമാർ ആദ്യം പറഞ്ഞ പരാതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. അവർ തട്ടിക്കൊണ്ട് പോയിട്ടില്ലെന്നോ ഒക്കെ നമ്മൾ മനസ്സിലായതാണ്. അതായത് ഈ കൃഷ്ണകുമാറിന്റെ ഓഫീസിലിരുന്ന് ഇവളുമാർ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ തന്നെ കൃഷ്ണകുമാർ പുറത്തു വിട്ടു. അതിനകത്ത് അവളുമാരെ തട്ടിക്കൊണ്ട് പോയതായിട്ടൊന്നും നമുക്ക് കാണുന്നില്ല. ഫ്രീ ആയിട്ട് നടക്കുന്നു, ഫ്രീ ആയിട്ട് തിരിച്ചിറങ്ങി പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തട്ടിക്കൊണ്ട് പോയ ഈ ദിവസം അവളുമാര് പരാതി കൊടുക്കത്തില്ല. ഇവര് പരാതി കൊടുത്തതോട് കൂടിയിട്ട് അവളുമാർക്ക് നിലനിൽക്കണ്ടായോ? അപ്പൊ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനെതിരെ ജാതി പരാമർശിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ നികുതി വെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കും. മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഇവളുമാരുടെ ലക്ഷ്യം. മോഷ്ടിച്ചെടുത്തിട്ട് ആ തുക കൊണ്ടുപോയി തിന്നിട്ട് അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കളി. സമ്മതിച്ചേക്കുന്നു. ഇതുപോലെ കുറെ നാണം കെട്ട വർഗങ്ങള്. എന്നിട്ട് പൈസ കണ്ടവൻ്റെന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് നാണമില്ലല്ലേ ഉള്ളുമാർക്കൊക്കെ. ഇപ്പൊ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു കൊടന്ന് പ്രസംഗിക്കുന്നു. ഇനി വേറൊരുത്തി ഒരു വോയിസും കൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. കൃഷ്ണകുമാർ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ആ വോയിസ്. നിങ്ങൾ ആ വോയിസും കൂടെ ഒന്ന് കേട്ടു നോക്കണം. അതിനകത്ത് ഭീഷണിപ്പെടുത്തിയ ആ ഒരു സെനേറിയും കൂടി നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ ഒന്ന് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ ഒന്നും തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരത്തി നോക്കണം. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ? മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്താ വിളിച്ചു പറഞ്ഞ് നിനക്ക് പേപ്പർ ചെയ്തത്? ഏത് ചാനലാണ് വന്നത് നിന്നെ പറ്റി? നിന്റെ ഭാര്യ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തുണ്ടല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഒരു ഇതായിട്ടുണ്ട്. ഏതാണ്? ഏത് ചാനലാണ് വന്നേ? ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യം ഇന്ന് ആരെയാണ് മറ്റേ എന്താ വെഡിങ് ആനിവേഴ്സറി ആരെയായിരുന്നു? വെഡിങ് ആനിവേഴ്സറി ഇല്ലായിരുന്നു. എന്താ ആരുടെയാണ്? ഇന്ന് ആരെയാണ് വിളിച്ചത്? ഇതേ എന്ത് ചെയ്യണം നീ ഇന്നലെ എത്ര രൂപ തന്നത്? ഇന്നലെ 8,72,000 ആണല്ലോ. ഇത് കണക്കെടുത്ത് ഞങ്ങള് 1 കോടി ഒരുമിച്ച് ഇവിടെ പോയിട്ടുള്ള ക്യാഷും ഇവിടുത്തെ സാധനങ്ങൾ എത്ര സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങൾ നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നത്. ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നല്ലേ? ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിന്റെ അടുത്തിരുന്നപ്പോൾ നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാം. കേട്ടല്ലോ, ഇതാണ് കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു വോയിസ് റെക്കോർഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനകത്ത് കൃഷ്ണകുമാർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ മോളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന്. സ്വന്തം മോളെ കുറെ ആൾക്കാർ ഒരുത്തൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ ഒരച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? നിങ്ങൾ തന്നെ പറ, ഒരച്ഛൻ എങ്ങനെ പ്രതികരിക്കും? അതും സ്വന്തം മകളുടെ സ്ഥാപനത്തിൽ നിന്ന് കാശ് മോഷ്ടിച്ചെടുത്തതിന് സ്വന്തം മകൾ ചോദിച്ച സമയത്ത് അവരെ 8 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. അവര് കാശ് മോഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തിനവർ 8 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അവര് കാശ് മോഷ്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തിന് 8 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു? ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അവരുടെ ആരോപണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുമാര് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസം എന്തുകൊണ്ട് പരാതി കൊടുക്കത്തില്ല? കൃഷ്ണകുമാറും കുടുംബവും കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ ഇവളുമാര് നേരെ കൊണ്ടുപോയി കൗണ്ടറായിട്ട് പരാതി കൊടുക്കുന്നു. കൊള്ളാം. അതായത് കൃഷ്ണകുമാർ അതിനകത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ്? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കും, നീ അങ്ങോട്ട് ചെന്നേക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതങ്ങനെ പറയും. സ്വന്തം മോളെ വിളിച്ച് ഒരച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മോളെ വിളിച്ച് ഒരുത്തൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവളെ വഴക്കുണ്ടാക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരച്ഛനായാലും ഇങ്ങനെ തന്നെ സംസാരിക്കത്തുള്ളൂ. അതിപ്പോൾ എത്ര വലിയ കൂടിയ കൊമ്പത്തിരിക്കുന്ന അച്ഛന്മാരാണെങ്കിലും അമ്മമാരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. പിന്നെ കൃഷ്ണകുമാർ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിന്റെ ഹുങ്കൊന്നും അതിനകത്ത് കാണുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറയും. ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ സംസാരിക്കുന്നത്. നമ്മളെ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇതേ സ്വരത്തിൽ തന്നെ ആയിരിക്കും നമ്മളും സംസാരിക്കുന്നത്. ഇപ്പൊ ഏകദേശം കൃഷ്ണകുമാറിന്റെ ഫാമിലിക്ക് നേരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ക്ലിയർ ആയി. ഇനി ഒരേ ഒരു ആരോപണം മാത്രമേ അവരുന്നയിച്ചതിൽ ക്ലിയർ ആകാതെ കിടക്കുന്നുള്ളൂ. ടാക്സ് വെട്ടിച്ചു എന്നുള്ളത്. അതിനും സുഖമായിട്ട് കണ്ടുപിടിക്കാം. ടാക്സ് വെട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ ടാക്സ് വെട്ടിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് തെളിവ് വരും. അങ്ങനെ ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും വന്ന് ഓപ്പൺ ആയിട്ട് 69 ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്ന് പറയത്തില്ല. അവർക്കൊക്കെ ഇഷ്ടം പോലെ വരുമാനം ഉള്ളവരാണ്. അവർക്ക് ഈ 3 അവളുമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് വേണോ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട്? അവളുമാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവളുമാരുടെ നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് വേണോ ഇവർക്ക് തിന്നാൻ വേണ്ടിയിട്ട്? അത് മാത്രം ആലോചിച്ചാൽ മതി.
എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് കാശ് കട്ടെടുത്ത്, അതും അവിടുത്തെ ഓണറിന് പ്രഗ്നൻസി ആയിരുന്ന ടൈമിൽ കാശ് കട്ടെടുത്ത് അതുകൊണ്ട് തിന്നിട്ട് ഓണർ അത് പിടിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി, ഞങ്ങളെ ജാതി പറഞ്ഞ് കളിയാക്കി. നാണമില്ലല്ലോ. ഏത് ജാതിയിലുള്ളവരാണെന്നുണ്ടെങ്കിലും കുറച്ച് മര്യാദയ്ക്ക് കുറച്ച് ഡീസൻ്റ് ആയിട്ട് ജീവിക്കുക. ഡീസൻ്റ് ആയിട്ട് ജീവിക്കാതെ കണ്ടവൻ്റെ നിന്ന് കട്ടും മോഷ്ടിച്ചും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നാട് നീളെ ഓരോരോ പണിയുമായിട്ട് നടന്നിട്ട് എന്നെ ജാതി പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആവും. ഇവിടെ ജാതി മതവും ഒന്നും തന്നെ ഒരു മാനദണ്ഡമല്ല. ഏത് ജാതിയിലുള്ളവനാണെന്നുണ്ടെങ്കിലും ഏത് മതത്തിലുള്ളവനാണെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ കൃഷ്ണകുമാറിനെയും ഫാമിലിയും സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അവരുടെ ഭാഗത്താണ് ന്യായം, അവരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെളിവുകളുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ. കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദിയ കൃഷ്ണയ്ക്കെതിരെയും അഹാന കൃഷ്ണയ്ക്കെതിരെയും ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവരുടെ ഭാഗത്ത് ന്യായമില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്കെതിരെ സംസാരിച്ചത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇവർക്കാണ് ന്യായം എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. എന്നിട്ട് കുറേ മുടന്തൻ ന്യായങ്ങളും പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിട്ട് കൃഷ്ണകുമാറിനെതിരെ ജാതി പറഞ്ഞു എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറേ ആൾക്കാർ അവരുടെ ഒപ്പം നിൽക്കും, കൃഷ്ണകുമാറിനെതിരെ തിരിയും. പിന്നെ ടാക്സ് വെട്ടിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറേ ആൾക്കാർ അവിടേക്ക് പോകും. കാരണം ഈ പൊളിറ്റിക്സ് സംബന്ധമായിട്ട് കുറേ ശത്രുക്കൾ കൃഷ്ണകുമാറിനുണ്ടല്ലോ. അപ്പൊ ആ ശത്രുക്കൾ എല്ലാവരും കൂടി ഇവരുടെ ഒപ്പം നിൽക്കുമെന്ന് ആ പഠിച്ച കള്ളിമാർക്ക് അറിയാം. അതാണ് അവരിപ്പോൾ ഈ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത്.